25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ലോ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ ഗെറ്റ് ടുഗെദർ വെച്ചിട്ടുണ്ട്. കോളേജിൽ വെച്ച് തന്നെയാണ്. പലരും പല പല സ്ഥലങ്ങളിലും പല പ്രധാനപ്പെട്ട പൊസിഷൻസിലൊക്കെ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വരാൻ പറ്റുന്നവരൊക്കെ വരാൻ പറഞ്ഞിട്ട് ഒരാളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. ബിജുവാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ബിജു ലേബർ ഓഫീസറാണ്. പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എല്ലാവരെയും കൂടെ ഇന്നിങ്ങനെ യോജിപ്പിച്ച് 25 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. ഞങ്ങളെല്ലാം വളരെ ചെറുപ്പക്കാരായി കണ്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് പ്രായമായിട്ട് കാണാൻ പോവാം. അപ്പം ലുക്കിംഗ് ഫോർവേഡ് ടു ലോ കോളേജ്, ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം 2000 ബാച്ച്. ഈ ഒരു നിമിഷം ആദ്യമായി ഇവിടേക്ക് കടന്നു വന്നാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഉപ്പാപ്പയുടെ കൂടെയാണ് ഞാൻ വന്നത്. അഡ്മിഷൻസ് എടുത്ത് ഉമ്മച്ചിയുടെ കൂടെ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ലോ കോളേജിൽ ഭയങ്കര റാഗിങ് അല്ലേ, എങ്ങനെ ഇത് അതിജീവിക്കും എന്നൊക്കെ. ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവർക്കും തന്നെ അന്നൊക്കെ ഒരു പേടിയുള്ള സമയമാണ്. ഫസ്റ്റ് ഇയർ റാഗിങ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ വളരെ സൗഹാർദ്ദപരമായാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറൊക്കെ കടന്നു പോയത് കേട്ടോ. എത്ര ഓർമ്മകളാണ് നമ്മൾ വീണ്ടും ഈ കോളേജിലേക്ക് വരുമ്പോൾ. ഈ പഴയ കെട്ടിടത്തിനും ഈ ക്ലാസ് മുറികൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇവിടെയാണ് ലൈബ്രറിയൊക്കെ. ഇവിടെയായിരുന്നു 5 ഇയേഴ്സിൻ്റെ ക്ലാസ്. ഞങ്ങൾ 3 ഇയേഴ്സായിരുന്നു. ഈ ഭാഗത്തിരുന്ന് മൂഡ് കോട്ടിൻ്റെ പ്രാക്ടീസ് ചെയ്തതൊക്കെയാണ് ഓർമ്മ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഇയർ ക്ലാസ്. പഴയ തിരുക്കൊച്ചിയുടെ നിയമസഭയായ തന്നെയാണ്. ആഫ്റ്റർ 25 വർഷങ്ങൾ ഈ ക്ലാസ് റൂമിലേക്ക് വർഷം എത്ര കഴിഞ്ഞാലും കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടാകുമ്പോൾ ഉണ്ടാകുന്ന കലപിലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. കലപില തുറന്നുകൊണ്ടേയിരുന്നു. ഈ ക്ലാസ് മുറി തന്നെ എന്ത് ഭംഗിയായിരുന്നെന്നോ. ഇപ്പോൾ ഇത് പുരാവസ്തുക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ കലാഭവൻ മണി വന്നതും സുരേഷ് ഗോപി സാർ വന്നതും അന്ന് യൂണിയൻ ഇനാഗ്രേഷൻസ് നടന്നതും ഗാനമേള നടന്നതും പിന്നെ ഞങ്ങൾ IPCയും CRPCയും CPCയും എല്ലാം പഠിച്ചതുമൊക്കെ എൻ്റെ മോൻ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം. നമ്മുടെ പഴയ കോളേജുകളിൽ വീണ്ടും നമ്മുടെ മക്കളുമായി പോകുന്നതും അതൊരു വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. അവരെന്ത് ഇൻട്രസ്റ്റിലാണെന്നറിയോ അത് കേൾക്കുക. പിന്നെ അവർക്കൊരു ചെറിയ പ്രചോദനം കൂടെയാണ്. പൊട്ടിച്ചിരികൾ തുടർന്നുകൊണ്ടേയിരുന്നു. പണ്ട് നമ്മൾ ടെൻഷൻ അടിച്ച പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു മെയിൻ ചിരികൾ. വരാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഒരു ഒത്തുകൂടൽ അത് പ്ലാൻ ചെയ്ത് എൻ്റെ മോനോട് വീണ്ടും കഥകൾ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു.